ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്തു കളിക്കുന്ന ബിട്രായൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ പുതിയ പാട്ടിലോട്ട് പോവാം. പാർട്ടിക്ക് വേണ്ടി മൗലി നല്ല സുന്ദരിയായി റെഡിയായി നിൽക്കുന്നു. എന്നാൽ ഗുണാൽ അവളെ കണ്ടിട്ട് ഡ്രസ്സൊക്കെ ഓക്കെ, എന്നാൽ ഹെയർ സ്റ്റൈൽ അത്ര പോരാ, വേറെ മാറ്റം. ഇല്ല ഗുണ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ലൂസ് ഹെയർ വിട്ടാൽ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. എന്താ ഇത് എപ്പോഴും ഒരേപോലെ പറയണേ? ആ ഡ്രസ്സിന് മാച്ചായിട്ടല്ലേ ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നും പറഞ്ഞ് രണ്ടുപേരും അടി വയ്ക്കുന്നു. അപ്പം നന്ദിനി വരുന്നു. ആ നന്ദിനി, ഈ ഡ്രസ്സ് എനിക്ക് എങ്ങനെ കൊള്ളാവോ? ഡ്രസ്സൊക്കെ അടിപൊളി, പക്ഷെ നിൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളൂലടാ, വേറെ ഏതെങ്കിലും മോഡലിൽ കേട്ട്. എന്നാൽ ഇത് കേട്ട ഉടനെ ഗുണാൽ വിഴുന്ന് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് തന്നല്ലോ. നന്ദിനിയും ഇത് തന്നെ പറഞ്ഞേ. കണ്ടോ, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ല. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതെങ്കിലും നീ കേക്ക്, ഈ ഹെയർ സ്റ്റൈൽ മാറ്റൂ എന്നും പറഞ്ഞ് അവളെ കളിയാക്കുന്നു. ഇത് കേട്ട് നന്ദിനി പറയുന്നു, ഞാൻ എന്തേലും തെറ്റായിട്ട് പറഞ്ഞോ? അതൊന്നുമില്ല നന്ദിനി, നീ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അവൾ നമ്മളെ വാക്ക് കേൾക്കും എന്നൊക്കെ ഗുണാല് മറുപടി കൊടുക്കുന്നു. ഇവിടെ പാർട്ടി നടക്കുവാണ്. എല്ലാവരും മൗലിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ മൗലി നല്ല ക്യൂട്ട് ഗേളായിട്ട് പ്രിറ്റി ആയിട്ട് നല്ല ഹീറോയിനെ പോലെ നടന്നു വരുന്നു. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവളെ കണ്ട ഉടനെ ഗുണാല് കണ്ണെടുക്കാതെ മൗലിയെ തന്നെ നോക്കിയിട്ടേ ഇരിക്കുന്നു. എന്നാൽ അവൻ മാത്രമല്ല, ടോട്ടൽ ഫാമിലിയെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. എന്താ നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കുന്നേ? എന്തെങ്കിലും കൊള്ളൂലേ? നന്ദിനി, എവിടെ എൻ്റെ മൗലി? കാണാനേ ഇല്ല എന്ന് ഗുണാൽ വന്ന് കളിയാക്കി പറയുന്നു. എന്താ ഗുണാൽ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ കൊള്ളൂലേ? ഈ ഹെയർ സ്റ്റൈൽ ചേരുന്നില്ല, അപ്പോൾ ഞാൻ പോയി മാറ്റാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞത് എല്ലാവരും ചെന്ന് സ്റ്റോപ്പ്, അതൊന്നും വേണ്ട, നീ കാണാൻ ഏഞ്ചലിനെ പോലെ തന്നെയുണ്ട് എന്നെല്ലാവരും അവളെ പുകഴ്ത്തുന്നു. അങ്ങനെ എല്ലാ ഗസ്റ്റും വരുന്നു. പാർട്ടിയൊക്കെ നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഈ പാർട്ടിയിൽ മൗലിയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഹാപ്പിയാണ്, മൗലി അപ്രിഷ്യേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മൗലിയുടെ അമ്മ നന്ദിനിയെ കാണുന്നത്. അവളെ കണ്ടതും മൗലിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഷോക്ക്. എന്താടി ഇത്? നീ എന്താ വിചാരിക്കണേ? ഈ നന്ദിനി എന്താ ഇവിടെ? ഇതിനെക്കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അമ്മ, ഞാൻ നിങ്ങളോട് എല്ലാം പറയണമെന്ന് വിചാരിച്ചു തന്നെ, പക്ഷേ ഇതറിഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നന്ദിനിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഭയങ്കര ദുഷ്ടനാണ്, അവളെ നല്ല ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു അമ്മ. ഇത് കേട്ട ഉടനെ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. നിനക്കെന്താ വട്ടാണോ? നന്നായിട്ടിരിക്കുന്ന നിൻ്റെ ലൈഫിനെ നീയെ ഇല്ലാതാക്കാൻ പോവുകയാണോ? അത് ഇവള് കാരണം. അന്നേ നീ പറഞ്ഞതല്ലേ ആ രാജ്ദീപിനെ കുറിച്ച്? അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ അവൻ നല്ലവനല്ല എന്ന്. അവൾ കേട്ടോ? അവന് വേണ്ടി നിന്നെ കളഞ്ഞിട്ട് പോയവളാണ് അവൾ. നിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ വേണ്ടാന്ന് വെച്ച് എത്ര വർഷം ഇരുന്നവളാണ് അവളിപ്പോൾ. നീ തലയിലെടുത്ത് വെച്ചിട്ട് നടക്കുന്നോ? അതും പോകാതെ അവളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നിന്നെക്കുറിച്ച് നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും? മര്യാദയ്ക്ക് ആ നന്ദിനെ ഇവിടെ നിന്ന് ഇറക്കി വിട് എന്നും പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നു. അമ്മ 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 ഒന്നും മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മൗലി പോകുന്നു. എന്നാൽ ഇവർക്കൊരു സമാധാനം ആവുന്നില്ല. അമ്മയായി പോയില്ലേ. നന്ദിനി കിച്ചണിൽ ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ അവരും അവിടെ പോകുന്നു. നിനക്കെന്താ ബോധമില്ലേ? മനസ്സാക്ഷിയില്ലേ കുറച്ച് പോലും? നിനക്ക് അവളെ ലൈഫ് നല്ലാതിരിക്കാൻ വേണ്ടി അവളായിട്ട് വിളിച്ചാൽ പോലും നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ അതൊന്നും വിചാരിക്കാതെ ഇങ്ങ് കെട്ടിയെടുത്ത് വന്നിരിക്കുന്നു. അവളെ മാമിയാരെ വീട്ടിൽ നിനക്കെന്താടി കാര്യം? നിൻ്റെ ഭർത്താവ് നല്ലവനല്ലാത്തത് കൊണ്ട് എൻ്റെ മോളെ ഭർത്താവിനെ കൈക്കലാക്കാൻ വേണ്ടി തന്നല്ലോ നീ ഇവിടെ വന്നേക്കുന്നേ, മാനം കെട്ടവളെ എന്നും പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്ക് നല്ല സങ്കടം വരുന്നു. ഫേസ് കണ്ടാലറിയാം നല്ല ഫീലായെന്ന്. എടി ഇങ്ങ് നോക്ക്, ഈ പാർട്ടി അവസാനിക്കും മുന്നേ നീ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എൻ്റെ പാവപ്പെട്ട കുഞ്ഞിനെ ചതിക്കാൻ വേണ്ടി, മനസ്സിലായോ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ടതുകൊണ്ട് നന്ദിനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവൾ നല്ല കരഞ്ഞിട്ടേ നിൽക്കുന്നു. അടുത്ത സീനിൽ ഗുണാലിനെയാണ് കാണിക്കുന്നത്. അവൻ എല്ലാവരെയും മുന്നേ വെച്ച് മൗലിയെക്കുറിച്ച് പ്രൗഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തത് ഇവളാണ്, നന്ദിനി.
മൗലിയുടെ ഫ്രണ്ട് എന്നും പറഞ്ഞ് അവളെക്കുറിച്ചും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് മൗലിയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. അതിനുശേഷം മൗലിയും ഗുണാനും ചേർന്ന് ഒരു ക്യൂട്ട റൊമാൻറ്റിക്ക ഒരു പെർഫോമൻസ് എല്ലാവർക്കും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയം ആ കിളവൻ സീനിയർ ഡോക്ടർ ഉണ്ടല്ലോ, അയാളും അവിടെ വരുന്നു. അവന് ദൂരത്ത് നിന്ന് കണ്ട നന്ദിനിക്ക് ഭയങ്കര ഷോക്ക്. ഇയാൾ എന്തിനിവിടെ വന്നേ? ഇയാൾ എന്നെ കണ്ട ഇവിടെ വലിയ പ്രശ്നം നടക്കുമല്ലോ എന്നും പറഞ്ഞ് ഓടിപ്പോയി കുളിക്കുന്നു. അയാൾ വന്ന ഉടൻ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് നന്ദിനിയെ തേടുവാണ്. എവിടെ അവൾ? കാണാനില്ലല്ലോ. എന്നിട്ട് രാജീവ്ദേവിനെ വിളിച്ച് വഴക്ക് പറയുന്നു. ഡാ, എന്താ നീ കള്ളം പറഞ്ഞതാണോ? നിന്റെ നന്ദിനി ഇവിടെ കാണുമെന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? അവൾ ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇവിടെ ഫുള്ളും നോക്കി. ആ നന്ദിനി ഇവിടെ കാണാൻ പോലുമില്ല. അവളെ പൊടി പോലുമില്ല. അയ്യോ ഇല്ല സാർ, അവൾ അവിടെ തന്നെയുണ്ട്. നിങ്ങളൊന്ന് നോക്ക് സാർ. ഇത് കേട്ട ഉടനെ അയാളും എല്ലാ സ്ഥലത്തും തേടുന്നു. എന്നാൽ കറക്റ്റായിട്ട് നന്ദിനി അവിടെ നിന്ന് മാറിപ്പോകുന്നത് അവൻ കാണുന്നു. ഇവിടെ തന്നെ ഉണ്ടോ എന്നും പറഞ്ഞ് അവളെ പുറകെ പോകാൻ നോക്കുമ്പോൾ ഗുണാൽ അവിടെ വരുന്നു. സാർ നിങ്ങളോ? വരൂ എന്നും പറഞ്ഞ് മൗലിയും ഗുണാലും സംസാരിക്കുന്നു. അയാൾക്ക് നന്ദിനി പുറകെ പോകാനും പറ്റിയുമില്ല. ഇവിടെ നന്ദിനി കിച്ചണിൽ വന്ന് ഒളിച്ചു നിൽക്കുവാണ്. അയ്യോ, ആ കിളവൻ എന്നെ കണ്ടാൽ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് മോശമായിട്ട് എല്ലാവരോടും പറയും. അന്ന് ആ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് പേടിച്ച് ഒളിച്ചു നിൽക്കുന്നു. ഇവിടെ കിളവ ആലോചിക്കുകയാണ്, എങ്ങനെ ഈ നന്ദിനിയെ പുറത്ത് കൊണ്ടുവരാം. അവിടെ പാർട്ടിയിൽ ചിലർ നന്ദിനിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ആ നന്ദിനിയാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത് എന്ന്. അപ്പം മൗലി അതേസമയം കേക്ക് എടുത്തുകൊണ്ട് വന്ന് ആ കിളവന് കൊടുക്കുന്നു. അടിപൊളി കേക്ക്. ഇതാര് ചെയ്തേ? അതുപോലെ ഈ പാർട്ടിയൊക്കെ ആരാ നല്ല ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? ആരായത്? എനിക്ക് അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നും മനഃപൂർവ്വം പോലെ പറയുന്നു. എന്നാൽ മൗലി ഇതൊക്കെ വിശ്വസിച്ച്, ഓ അതാണോ, അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദിനി. ഒരു മിനിറ്റ് ഡോക്ടർ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം എന്നും പറഞ്ഞ് നന്ദിനിയുടെ റൂമിൽ പോകുന്നു. അവളവിടെ പേടിച്ചിട്ട് നിൽക്കുന്നത് മൗലി കാണുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീയാണ് ഈ പാർട്ടി നന്നായിട്ട് ഓർഗനൈസ് ചെയ്തതെന്നും പറഞ്ഞിട്ട് എൻ്റെ ചീഫ് ഡോക്ടർ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. വാ എന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, നീ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. അവളെ കണ്ട ഉടനെ കിളവൻ പറയുന്നു, ആര്? ഇവളോ? ഈ പെണ്ണാണോ ഇതൊക്കെ ഓർഗനൈസ് ചെയ്തേ? ഇവളാണോ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്? ഇവളെന്ത് മോശപ്പെട്ട പെണ്ണാണെന്ന് നിനക്കറിയോ? ഇവൾ കാശിന് വേണ്ടി ആരുടെ കൂടെയും കിടക്കും. ഒരിക്കൽ ഹോട്ടലിൽ എൻ്റെ കൂടെ ഒരിക്കൽ ഉണ്ടായിരുന്നു. ഇവൾ അത്രയും മോശമായ പെണ്ണാണ്. ഇവൾ കാശിന് വേണ്ടി എന്ത് വേണേലും ചെയ്യും എന്നും പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുന്നു. നന്ദിനിയുടെ ക്യാരക്ടറിനെ അവിടെ വലിച്ചു കയറുന്നു. അവിടെ ചുറ്റും നിന്നവരൊക്കെ നന്ദിനിയെ ഒരുമാതിരി പറയാൻ തുടങ്ങി. ഇത് കേട്ട ഗുണാലും മൗലിയും അയാളെ വഴക്ക് പറയുന്നു. എന്താ സംസാരിക്കുന്നത് നിങ്ങൾ? വായി തോന്നിയതൊന്നും വിളിച്ച് പറയരുത് കേട്ടോ. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്താ സത്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവൾ വാ തുറക്കുന്നില്ലല്ലോ. കാരണം എന്താ? അവളെ മേലിൽ തെറ്റുള്ളത് കൊണ്ടല്ലേ അവൾ വാ തുറക്കാതെ എന്നും പറഞ്ഞ് അനാവശ്യം പറയുന്നു. ഉടനെ മൗലി സൗണ്ട് ഇടുന്നു. ഇനി എന്തേലും പറഞ്ഞാൽ വയസ്സുണ്ടെന്ന് പോലും ഞാൻ നോക്കില്ല. എന്താ മൗലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ നിൻ്റെ ഫ്രണ്ടായിരിക്കാം, എന്നാൽ അവളുടെ ക്യാരക്ടർ ശരിയല്ല. ശരിയല്ല എന്ന് തന്നല്ലോ പറയണം. അവൾ വെറും ക്യാരക്ടർലെസ്സായ ഒരു പെൺകുട്ടി തന്നെയാണ്. ഇതൊക്കെ കേട്ട നന്ദിനിക്ക് നല്ല സങ്കടം വരുന്നു. അവൾ കരഞ്ഞിട്ട് നിൽക്കുന്നു. മൗലി കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ കിളവൻ വിടാൻ ഉദ്ദേശമില്ല. വീണ്ടും ഓരോ അനാവശ്യങ്ങളൊക്കെ പറയുന്നു. ചുറ്റുമുള്ളവരൊക്കെ അയാളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവളെ എന്തിനാ ഈ വീട്ടിൽ താമസിപ്പിക്കണേ എന്ന് മൗലിയോടും ചോദിക്കുന്നു. ഉടനെ മൗലിക്ക് ദേഷ്യം വരുന്നു. അയാളെ വഴക്ക് പറയുന്നു. എന്നാൽ നന്ദിനിക്ക് വട്ടായതുപോലെ അവിടെ നിന്ന് നടന്ന് വെളിയിലോട്ട് പോകുന്നു. എന്നാൽ ഇതൊക്കെ ഗുണാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ പുറകെ പോകുന്നു. അവൾ റോഡിൽ വട്ട് പിടിച്ച പോലെ വണ്ടിയൊന്നും നോക്കാതെ നടന്നു പോകുന്നു. അവനും അവളെ ഫോളോ ചെയ്ത് പോകുന്നു. ഇവിടെ ആ കിളവനാണ് കാണിക്കുന്നത്. അവൻ വന്ന ജോലിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി പോകാം എന്നും പറഞ്ഞ് പോകാൻ പോകുന്നു. ഉടനെ മൗലിക്ക് ദേഷ്യം അടക്കാൻ പറ്റാതെ കളവൻ്റെ കവിളിലൊന്ന് പൊട്ടിക്കുന്നു. ഇങ്ങ് നോക്ക്, എൻ്റെ നന്ദിനിയെക്കുറിച്ച് നീ പറഞ്ഞതൊക്കെ മര്യാദയ്ക്ക് മാപ്പ് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. എങ്കിൽ മാത്രമേ നിനക്ക് പുറത്തു പോകാനുള്ള അനുമതിയുള്ളൂ. ഇവിടെ നന്ദിനി ഒരു പണി തീരാത്ത ബിൽഡിങ്ങിന് മുകളിൽ കയറി പോവുകയാണ്. ഇതുവരെ അയാൾ പറഞ്ഞതൊക്കെ വിചാരിച്ചിട്ട് നടന്നിട്ട് പോകുന്നു. ഇത്രയും നാണം കെട്ടിട്ട് ഞാൻ ഇനിയും ജീവിക്കണോ? ഇല്ല, ഇത്രയും കേട്ടിട്ട് ഞാൻ ജീവിക്കില്ല. ഞാൻ മരിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചാടാൻ പോകുന്നു. പെട്ടെന്ന് പുറകെ നിന്ന് ഗുണാലി വിളിക്കുന്നു, നന്ദിനി
ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം. നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടിപൊളി പാർട്ടായിട്ട് ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. ബൈ.